ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു മീഡിയാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത്. അതൊരു നെറ്റിൻ്റെ മീഡിയാണ്. നെറ്റിൻ്റെ മീഡിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് വേണം. അപ്പോൾ നമുക്ക് നെറ്റ് 14 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്താം. എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ മീഡി തയ്ക്കുന്നത് 2 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സാറ്റിൻ്റെ ലൈനിങ്ങും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതെൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ള പീസാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നുമില്ല. ഇത് 14 ഇഞ്ച് ലെങ്ത്തായിട്ട് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ഈസി ആയിട്ടുള്ള മീഡിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സാറ്റിന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ 14 ഇഞ്ചാണ് ലെങ്ത് ഉള്ളത്. ഇനി നമ്മൾ ഈ സാറ്റിൻ്റെ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അരവണ്ണം അളക്കണ നേരത്ത് 12.5 ഇഞ്ചാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം അളവുണ്ടാവുക 25 ഇഞ്ചായിരിക്കും. 12.5 ഇഞ്ച് ഒരു സൈഡിലാവുമ്പോൾ നമുക്ക് ചുറ്റുഭാഗം 25 ഇഞ്ച് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നെറ്റും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ആദ്യം തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിഡി തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നെറ്റും സാറ്റിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ നെറ്റും 12.5 ഇഞ്ച് കിട്ടണം. അങ്ങനെ നമ്മൾ ഈ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നെറ്റും സാറ്റിനും കൂടി ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഈ പ്ലീറ്റ്സ് ഇട്ട 2 ഭാഗവും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ നെറ്റും സാറ്റും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നീളത്തിലൊരു പീസ് എടുത്തിട്ട് 13 ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് വരുന്നത്. അങ്ങനെ 2 സൈഡാകുമ്പോൾ 26 ഇഞ്ചായിരിക്കും. 1/2 ഇഞ്ച് തയ്യൽ തുമ്പായി പോകുമ്പോൾ നമുക്ക് 25 ഇഞ്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇലാസ്റ്റിക് വെക്കാനുള്ള ഈ പീസ് ഇതുപോലെ തയ്ച്ചെടുത്താൽ മതിയാവും കേട്ടോ. 17.5 ഇഞ്ച് ലെങ്ത്തിൽ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ട് നമ്മളതിന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു പിന്നെടുത്തിട്ട് കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലാസ്റ്റിക് തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിഡീൻ്റെ ഭാഗമല്ലേ, എൻ്റെ നെറ്റ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ലൈനിങ്ങും അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗവും ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗവും തമ്മിൽ ചുറ്റുഭാഗവും ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കത്രിക വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സൈഡ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ബാൻഡിൻ്റെ ഭാഗവും സൈഡ് ജോയിൻ ചെയ്ത ഭാഗമല്ലേ, ആ ഭാഗം കൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ മീഡിയൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതിയാവും. നെറ്റിൻ്റെ ഭാഗം മടക്കി തയ്ക്കുക, അതുപോലെ തന്നെ ലൈനിങ്ങും മടക്കി തയ്ച്ചു കൊടുത്താൽ മതിയാവും. ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു മീഡിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ മീഡിയൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു മീഡിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.